ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഒരു ഭീകരൻ, അതായത് ഇതിനെ ഈ വെടിവെച്ച ഭീകരന്മാരിൽ 6 പേരിൽ ഒരാളാണ്. AK-47 തോക്ക് ഇയാളുടെ കയ്യിൽ കാണാം. അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ന്യൂസ് 18 അത് പുറത്തുവിടുകയാണ്. ഇത്തരത്തിലുള്ള 6 ഭീകരരാണ് അവിടെ വെടിവെപ്പ് നടത്തിയത്. അതിൽ ഒരാളുടെ ഫോട്ടോയാണ്, ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യം കൂടിയാണ് എന്നുള്ളതാണ്. മാൻ ഹോൾഡിംഗ് an AK സീരീസ് അസോൾട്ട് റൈഫിൾ. സെക്യൂരിറ്റി ഏജൻസീസ് ബിലീവ് ദാറ്റ് ദിസ് ഈസ് വൺ ഓഫ് ദ ടെററിസ്റ്റ് ഇൻവോൾവ് ഇൻ ദ പൽഗാം ടെറർ അറ്റാക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടിയാണ് അത്. ഇത്തരത്തിലുള്ള 6 ഭീകരർക്കായി തെരച്ചിൽ അവിടെ തുടരുകയാണ്. പഹൽഗാം താഴ്വരയിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ കുന്നിൻ ചെരുവുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഭീരുക്കൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. സമാധാനപരമായി വളരെ സാധാരണക്കാരായി നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരെ വെടിവെച്ച് കൊന്ന ഭീരുവായ ഭീകരരിൽ ഒരാളാണ് ഇയാൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏജൻസികൾ ഈ ചിത്രം പുറത്തുവിടുന്നതുകൂടിയുണ്ട്. ആ ഭീകരന്മാരിൽ ഒരാൾ ഇയാളാണ്. 6 പേരിൽ ഒരാൾ ഇയാളാണ്. ഇയാളുടെ പുറകുവശത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വെപ്രാളത്തിനിടയിൽ ആരോ ഒരാൾ എടുത്ത ഒരു ചിത്രം കൂടിയാണ് ഇതെന്ന് കൂടി മനസ്സിലാക്കണം. നമുക്കറിയാം, അവിടെ സ്ത്രീകളെ മാറ്റി നിർത്തി, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി, പുരുഷന്മാരെ മാത്രം പേര് ചോദിച്ച് വെടിവെച്ച് കൊന്ന ഭീകരന്മാരിൽ ഒരാളാണ് ഇയാൾ എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഭീകരന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തുവിടുകയാണ് ന്യൂസ് 18 എന്നുള്ളതാണ്. മൻസൂർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇത് മറ്റേ ഈ രക്ഷപ്പെട്ട് പുറത്തു വന്ന ആരോടെങ്കിലും സംസാരിക്കാൻ സാധിച്ചിരുന്നോ? സാധിച്ചിരുന്നു. നമ്മളിപ്പോ ഇതിന്റെ സമ്പദ്സൽമാനും ഹോട്ടലിലും താമസം, നമ്മുടെ കൂട്ടത്തിലും 1-2 പേര് അവർ രക്ഷപ്പെട്ടു വന്നവരുണ്ട്. അവരങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടു വന്നവരിൽ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഇവിടുത്തെ ലോക്കൽസ് കുതിരക്കാരുണ്ടായിരുന്നു. അവരുടെ മുഖമാണ് ഇന്നേ വരെ കാണാത്ത രീതിയിൽ പേടിച്ചറിയേണ്ട ഒരു മുഖമായിരുന്നു. അവരും ഇതുവരെ ഒരു ദൃശ്യം ഇതുവരെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നത്. സാധാരണ ഇവിടെ അറ്റാക്കും ആക്രമണങ്ങൾ നടത്തുന്ന സ്ഥലമാണെങ്കിലും ഇത്രയും ഭീകരമായ ആക്രമണം അവർ പറയുന്നു. അവരടക്കം പറയുന്നത് ഇവിടുത്തെ ലോക്കൽസ് പോലും പറഞ്ഞു ഇതുപോലത്തെ സംഭവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവർ പറയുന്നത്. അപ്പൊ നമ്മള് സാധാരണ നമ്മളല്ല സിവിലിയൻസിന്റെ കാര്യം നമുക്ക് ഊഹിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 16 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അവര് 3 വയസ്സിലേക്ക് പോകുമ്പോൾ 3 വയസ്സിൽ ചെറിയ മകള് വരെ ഈ നമ്മളെ ഗ്രൂപ്പിനെ സുരക്ഷിതമായി താഴത്തേക്ക് എത്തിക്കാൻ നമുക്ക് ഇവിടുത്തെ പാടെ നമുക്കറിയാം. ഇത്രയും വലിയ ക്രൗഡിനെ അവർ നിയന്ത്രിച്ച് താഴത്തേക്ക് എത്തിയിട്ട് നമുക്ക് അറിയുന്നത്. അല്ല, കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10-12 വർഷമായിട്ട് സമാധാനത്തിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്രയധികം വിനോദസഞ്ചാരികളും മറ്റും കശ്മീർ ഏറ്റവും ഒരു ഡെസ്റ്റിനേഷനായി കാണുന്നത് അടുത്ത കാലത്ത്. അതിനാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ മറ്റേ ആർമി ഇന്ത്യ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇപ്പോഴും നമ്മള് ചുറ്റും പുറത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടോ അവര് വിനോദസഞ്ചാരികൾക്ക്? ഇല്ല, ഇതുവരെ അങ്ങനെ പ്രത്യേക നിർദ്ദേശമൊന്നുമില്ല. ഇന്ന് കാലത്ത് അറിയാൻ കഴിയുന്ന പറഞ്ഞിട്ടുള്ളത് ഇപ്പോ. അപ്പൊ നമുക്കിന്ന് ബൈ റോഡ് നമുക്ക് ശ്രീനഗർ പോകാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും. അല്ല, ബൈ റോഡ് വഴിയല്ലേ പോകാൻ പറ്റും? മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. ബൈ റോഡ് ഇല്ലല്ലോ, ബൈ റോഡ് വഴി പോകാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. അതാണ് പ്രശ്നം. കാരണം ബൈ റോഡ് നിങ്ങൾ ആ റോഡ് വഴി തന്നെ ശ്രീനഗറിലെത്തി അവിടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നിങ്ങളുടെ എത്ര ദിവസം യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്? നമ്മള് ആക്ച്വലി 5 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്തു. മറ്റന്നാളാണ് നമുക്ക് തിരിക്കുന്നത് ശരിക്കും. പക്ഷെ അത് ഇന്ന് അതുപോലെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പോകാൻ പറ്റുന്നതാണ് ഇപ്പം വിചാരിക്കുന്നുണ്ട്. ഇനി അറിയില്ല, എന്താ അവസ്ഥയെന്ന് അറിയില്ല. നമ്മൾ ഹോട്ടലിൽ പുറത്തിറങ്ങി മെയിൻ റോഡിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അവസ്ഥ അറിയാൻ പറ്റും. നിങ്ങൾ ടൂറിസ്റ്റ് ഏജൻസിയുടെ സഹായത്തിലാണോ വന്നത്? ട്രാവൽ ഏജൻസിയാണോ? ട്രാവൽ ഏജൻസിയുടെ അല്ല, നമ്മൾ സുഹൃത്തുണ്ട് ഇവിടെ പരിചയത്തിലുള്ള. അപ്പൊ അവന്റെ മുഖാന്തരം തന്നെയാണ്. ഞാനും നോർത്തിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ പരിചയമില്ല. മനസ്സിലായി അദ്ദേഹമായി സംസാരിച്ചോ? സംസാരിച്ചു. അപ്പൊ കുഴപ്പമില്ലാന്ന രീതിയിൽ പറഞ്ഞു. ഇവിടെ ലോക്കൽ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ കാലത്ത് 9 മണിയാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർക്ക് വ്യക്തമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് മൊത്തം ഇവിടെ എനിക്കൊന്നല്ല, ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. അതിലേറെ ആഹ്ലാദമുണ്ട്. ജീവൻ തിരിച്ചിട്ടുള്ള സന്തോഷം. എന്നാലൊരു പരിഭ്രാന്തി ഉണ്ടല്ലേ മൊത്തത്തില്? പരിഭ്രാന്തിയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാമോ? ആ കൂടെയുള്ളവരുടെ ദൃശ്യങ്ങളൊന്ന് കാണിക്കാമോ? കാണിക്കാം, തീർച്ചയായും ഒന്ന് കാണിക്കൂ. കൂടെയുള്ള ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളടക്കം ഉണ്ടല്ലേ? കുട്ടികളടക്കം നിരവധി പേരുണ്ട്. അവര് കുറെ വലിയൊരു ഗ്രൂപ്പാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ അത് കാണാം. അവരൊക്കെ ഒരു പേടിയുണ്ട്. കാരണം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒരു അവധിക്കാലം ആഘോഷിക്കാനായി വന്ന ആളുകളുടെ സമാധാനത്തിൽ കൂടിയാണ് ഭംഗം വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്ര വലിയ ഒരു ഭീകരാക്രമണം എന്ന് പറയുന്നത് അത് വല്ലാതെ ഞെട്ടിപ്പിച്ച സാഹചര്യം കൂടിയുണ്ട്. ഭക്ഷണമോ കിട്ടുന്നുണ്ടോ മൻസൂർ അവിടെ? അതുകൊണ്ട് ഭക്ഷണം ഹോട്ടലിൽ നല്ല സഹകരണമാണ്. നമ്മളിപ്പോ രാത്രി ഇവിടെ കുടുങ്ങിയതുകൊണ്ട് നമുക്ക് രാത്രി ഭക്ഷണം അവർ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു.
അവർ പറഞ്ഞു പുറത്ത് പോയി ബുദ്ധിമുട്ടണ്ട, പുറത്ത് ഹോട്ടലിൽ തരാൻ നിൽക്കണ്ട, അതെല്ലാം കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് രാത്രിയുള്ള ഭക്ഷണം, നമുക്ക് 16 പേർക്കുള്ള ഭക്ഷണം ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. ഇവിടുത്തെ ലോക്കൽസ്, അതായത് ഹോട്ടലിലും അങ്ങനത്തെ ആൾക്കാരും ടാക്സിക്കാരും നല്ല സഹകരണമാണ്. അവർ പറഞ്ഞ രാത്രി പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടുണ്ട, പുറത്തിറങ്ങി ബുദ്ധിമുട്ടുണ്ട, താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് ആവശ്യക്കാർക്ക് ഭക്ഷണം അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ശരി ശരി, എന്തായാലും നന്ദി സംസാരിച്ചതിന്. ഇനി ഞങ്ങൾ വിളിക്കാം കേട്ടോ, നമുക്ക് കുറച്ച് വിവരങ്ങൾ കൂടി കൈമാറണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. താങ്കളും സഹോദരനും താങ്കൾക്കൊപ്പമുള്ള എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ആ ഭീകരന്റെ ദൃശ്യമാണ്. ഈ ഭീകരനായുള്ള തിരച്ചിൽ, ഭീകരന്മാരിൽ ഒരാളുടെ ദൃശ്യമാണ്. ഇവർക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള സന്നാഹങ്ങൾ അവിടെയുണ്ട്. ഏത് നിമിഷവും ഇവരെ കണ്ടെത്താമെന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ സൈനികർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ താഴ്വരകൾ പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവരെ അത്തരത്തിൽ എത്രയും പെട്ടെന്ന്